കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷെയ്ദ്, എന്തുകൊണ്ടാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസം മാറ്റിയത്? അക്ഷയ, കേസ് പരിഗണിക്കുന്നത്, ജാമ്യം അപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിലാണ് കേസ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. പക്ഷേ ഇന്ന് ഉണ്ടായൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പോലീസ് റിപ്പോർട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് കോടതിക്ക് പോലീസ് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഈ പോലീസ് റിപ്പോർട്ടിനെതിരെ ഇപ്പോൾ ഈ കേസിൽ കക്ഷി ചേർന്ന ഈ കാസിമിൻ്റെ, യൂത്ത് MSF പ്രവർത്തകൻ കാസിമിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പോലീസ് റിപ്പോർട്ട് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, ഈ പോലീസ് റിപ്പോർട്ടിൽ ഈ ജിതിൻ ഭാസ്കറിനെ, ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ പ്രതിയായ ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ഇന്ന് സെഷൻസ് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമായി ഇപ്പോൾ കാസിമിൻ്റെ അഭിഭാഷകൻ പറയുന്നത്. അങ്ങനെ കസ്റ്റഡി ആവശ്യം ഉന്നയിച്ചില്ലെങ്കിൽ ഈ പ്രതിക്ക്, ജിതിൻ ഭാസ്കറിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വീണ്ടും കസ്റ്റഡിയിൽ എടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇതിൽ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതാരാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ സുപ്രധാനമായ നിഗമനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ കസ്റ്റഡി ആവശ്യമാണ്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ആവശ്യമാണ്. പക്ഷേ ഈ കാര്യം പോലീസ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇത് ആശങ്കയുണ്ടാക്കുന്നതാണ്. കോടതിയിൽ ഇക്കാര്യം അറിയിക്കും, അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഇക്കാര്യം അറിയിക്കുമെന്നൊക്കെ ഈ കാസിമിൻ്റെ അഭിഭാഷകനായ അഫ്നാസ് ഇപ്പോൾ അല്പം സമയം മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. ഈ കാസിം, നമുക്കറിയാം, ഈ കേസ് വന്ന സമയത്ത് ആദ്യം ആരോപണ വിധേയനായ ആളാണ് ഈ കാസിം, MSF പ്രവർത്തകൻ. പിന്നീട് ഈ കാസിം ഈ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ഇപ്പോൾ കേസിൽ കക്ഷി ചേരുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ആശങ്ക ഇപ്പോൾ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും കേസ് തിങ്കളാഴ്ച, ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. അക്ഷയ. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകുന്നത്.